യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെന്ന് കേന്ദ്ര സർക്കാർ. ദിയാദനം നൽകി നിമിഷപ്രിയയെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഇതോടെ തുടരാൻ സാധിക്കും. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്നുള്ള വാർത്തയ്ക്കായാണ് കേരളം കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകൾക്ക് പരിമിതിയുള്ള രാജ്യമാണ് യമൻ. പ്രത്യേകിച്ചും ഈ കേസിനാസ്പദമായ സംഭവം നടന്നതും ഇപ്പോൾ നിയമ നടപടികൾ നടക്കുന്നതുമായ പ്രദേശം യമനിലെ വിമതപക്ഷമായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. എങ്കിലും സൗദി അറേബ്യയിൽ നിന്നുള്ള ഇന്ത്യൻ നയതന്ത്ര സംവിധാനത്തിന്റെ ശ്രമവും ഒപ്പം മരണപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള മറ്റു ചില ഇടപെടലുകളുമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന തലത്തിലേക്ക് എത്തിയതിന്റെ കാരണം. ആഗോള മുസ്ലിം സമൂഹത്തിൽ സ്വാധീനമുള്ള ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ബന്ധങ്ങൾ ഈ കാര്യത്തിൽ സഹായം ചെയ്തിട്ടുണ്ട്. ദിയാധനം അഥവാ ബ്ലഡ് മണി നൽകിക്കൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കെത്താൻ അതിനായുള്ള ശ്രമങ്ങൾ തുടരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിന്റെയും ഒപ്പം അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിന്റെയും ഒക്കെ അനുമതിയും അവരുടെ വൈകാരികമായ അവസ്ഥയുമൊക്കെ ഈ കേസിൽ നിർണായകമാണ്. ഇത്തരം വിഷയങ്ങളെ കൂടി ആശ്രയിച്ചാണ് യമനിൽ നിയമങ്ങൾ നടപ്പാക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരിക്കുന്നു എന്നത് തീർച്ചയായും ആശ്വാസകരമായ കാര്യമാണ്. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും.